ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പോൾ അതാ ഫസ്റ്റ് കണ്ട പോലെ തന്നെ പഴയ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കയ്യിൽ. അപ്പോൾ അതെല്ലാം കൂടെ കൊടുത്തിട്ട് പുതിയ പാത്രം വാങ്ങാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇമ്മ ഇങ്ങനെ ഒരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അമ്മ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉമ്മ പറഞ്ഞത് കുക്കറൊക്കെ ആണെങ്കിൽ അതിലേക്ക് ഇതൊഴിച്ചിട്ട് അത് തിളപ്പിച്ചിട്ട് കഴുകാനാണ്. അപ്പോൾ ഞാൻ വലിയൊരു ചെമ്പട്ടി ഇങ്ങോട്ട് വെച്ച്, ഒരു ബിരിയാണി ചെമ്പ് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അതും അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് കേട്ടോ. എന്നിട്ട് വെള്ളമൊക്കെ നന്നായി തിളച്ച ശേഷം സോപ്പും പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും മതി കേട്ടോ. പിന്നെ കുറച്ച് അപ്പക്കാരിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ പിന്നെ ഒരു പൂനാരങ്ങ പിന്നെ പിഴിഞ്ഞ് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ തോടും അതിലേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് തോടാണെങ്കിൽ അതും മതി കേട്ടോ. നമ്മൾ പിഴിഞ്ഞ് വെച്ച തോടൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. പിന്നെ കുറച്ച് സുർക്കയാണ് കേട്ടോ വേണ്ടത്, അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒഴിച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള പഴയ കരി പിടിച്ച പാത്രങ്ങളും പിന്നെ അതുപോലെ ചീനച്ചട്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മളുണ്ടല്ലോ അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ അതങ്ങ് പുക കടന്നിട്ട് ഇതുപോലെ ആവും കേട്ടോ. പിന്നെ നമുക്കത് എത്ര കഴുകിയാലും നന്നായി കിട്ടൂല. അപ്പോൾ അങ്ങനത്തെ കുറേ പാത്രങ്ങളെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുക്കർ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മൂടീൻ്റെ ആ പിടി അങ്ങോട്ട് അയച്ച് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇനി എന്തെങ്കിലും കാരണത്താൽ അത് ഉരുകിയോ ഒന്നും ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ അതും കൂടെ അതിലേക്ക് പിടിയൊക്കെ മാറ്റിയ ശേഷമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു അരമണിക്കൂറോളം നന്നായിട്ട് തിളച്ച് പിന്നെ ചൂടൊക്കെ ആറിയ ശേഷം ഞാൻ അതിൻ്റെ കുറച്ച് വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നായിട്ട് ഇതുപോലെ ഒരു കമ്പി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഒരുപാടൊന്നും മൂക്കിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുമ്പം തന്നെ അങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാൻ വെച്ച കുക്കറായിന് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിടിയൊക്കെ ഇനി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ചീനച്ചട്ടിയൊക്കെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഓട്ടച്ചമ്പട്ടി വന്നിട്ട് നാശമായിട്ടുണ്ട്. ഇനി അതും അത്യാവശ്യം വൃത്തി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കൈവേദന ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ഊക്കിട്ടിട്ടില്ല. നിങ്ങളൊന്നും കൂടെ ഒക്കെ ഒരുതി കഴുകുകയാണെങ്കിൽ ഫുള്ളായിട്ട് തന്നെ പോയി കിട്ടും. അപ്പോൾ ഞാൻ ഇത്രയും പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരുപാട് ട്രൈ ചെയ്യുന്നതിന് മുന്നേ 1 or 2 ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.